ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റെടുത്തതിനു ശേഷം ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന പല നിലപാടുകളുമാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലും പനാമ കനാലിന്റെ കാര്യത്തിലും ജന്മാവകാശ പൗരത്വത്തിന്റെ കാര്യത്തിലും ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പുറത്താകുന്ന കാര്യത്തിലുമെല്ലാം തന്നെ ഡൊണാൾഡ് ട്രംപ് ശക്തമായിട്ടുള്ള ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന നിലപാട് സ്വീകരിച്ചു. എന്നാൽ ട്രംപിന്റെ നിലപാടുകൾക്ക് ഓരോന്നോരോന്നായി തിരിച്ചടി ലഭിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ജന്മാവകാശ പൗരത്വത്തിന്റെ കാര്യത്തിലെല്ലാം അത്തരത്തിലുള്ള നിലപാട് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിന്റെ ഇമിഗ്രേഷൻ അടിച്ചമർത്തലിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. മെക്സിക്കോയിലേക്ക് പോകുന്ന അമേരിക്കയുടെ ഇമിഗ്രേഷൻ വിമാനം മെക്സിക്കോ തടഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതൊരു വമ്പൻ വാർത്തയാണ്. ഈ നാടുകടത്തൽ വിമാനമാണ് മെക്സിക്കോ ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. അതായത് മെക്സിക്കൻ കുടിയേറ്റക്കാരെ നേരത്തെ തന്നെ പുറത്താക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായി മെക്സിക്കൻ കുടിയേറ്റക്കാരുമായി പോയ വിമാനമാണ് ഇപ്പോൾ മെക്സിക്കോ തടഞ്ഞിരിക്കുന്നത്. വ്യാഴാഴ്ച ഇറങ്ങാൻ, അതായത് മെക്സിക്കോയിലേക്ക് ഇറങ്ങാൻ, രാജ്യത്തേക്കുള്ള കുടിയേറ്റക്കാരെ ഇറങ്ങാനായിട്ട് മെക്സിക്കോ അനുമതി കൊടുത്തിട്ടില്ല. ഇപ്പോൾ അമേരിക്കയുടെ വിമാനത്തിന് ആ നാടുകടത്തൽ വിമാനമാണ് തടഞ്ഞിരിക്കുന്നത്. 160 പേരെ ഗ്വാട്ടിമാലയിലേക്ക് കയറ്റി അയച്ച 2 US എയർഫോഴ്സ് C-17 വിമാനങ്ങളാണ് മെക്സിക്കോ തടഞ്ഞിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. മെക്സിക്കൻ അതിർത്തിയിൽ 30,000 പട്ടാളക്കാരെയാണ് ഇതിനോടകം തന്നെ ട്രംപ് വിന്യസിച്ചിരിക്കുന്നത്. ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യമാണ് മെക്സിക്കൻ അതിർത്തിയിൽ ഉടലെടുത്ത് വന്നിരിക്കുന്നത് എന്ന് പറയാതെ നിർവാഹമില്ല. പോരാത്തതിന് മെക്സിക്കോയിലെ ഭരണാധികാരിയും ഡൊണാൾഡ് ട്രംപുമായുള്ള വാക്കേറ്റം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നിലേക്ക് പോകുന്നത്. മെക്സിക്കോയുടെ അതിർത്തിയിൽ 30,000 സൈനികരെ വിന്യസിക്കുക മാത്രമല്ല, ധാരാളം തുറന്ന സെല്ലുകൾ ഇപ്പോൾ അമേരിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 5,000 പേരെയാണ് തുറന്ന സെല്ലുകൾ പാർപ്പിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരായി കടക്കാൻ ശ്രമിച്ചതും കടന്നു വന്നവരുമായുള്ള 5,000 അനധികൃത കുടിയേറ്റക്കാരെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നു. പോരാത്തതിന് ഇങ്ങോട്ടേക്ക് കുടിയേറ്റക്കാരായി വന്നവരെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങൾ ഇപ്പോൾ വ്യാപകമായി അമേരിക്കയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതിൽ കെട്ടും, അതായത് മെക്സിക്കൻ അമേരിക്കൻ അതിർത്തിയിൽ മതിൽ കെട്ടും, ഒരു വാൾ കെട്ടും എന്ന് ഡൊണാൾഡ് ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വാഗ്ദാനങ്ങളിൽ ഒന്നായി മുന്നിലേക്ക് വച്ചതാണ്. അതിന്റെ നടപടികളും തുടങ്ങാനായി പോകുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇപ്പോൾ മെക്സിക്കോ അമേരിക്കയുടെ ഈ വിമാനം തടഞ്ഞു എന്ന വാർത്ത പുറത്തു വരുന്നത്. കുടിയേറ്റ പ്രശ്നങ്ങൾക്ക് മറുപടിയായി, അതായത് ഈ കുടിയേറ്റക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മറുപടിയായി അമേരിക്ക മെക്സിക്കോയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി കൊടുത്തിരുന്നു. മെക്സിക്കൻ ഇറക്കുമതിക്ക് 25% ടാക്സ് ചുമത്തുമെന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. ഇതോടുകൂടി അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും മെക്സിക്കോയുടെ ഭരണാധികാരിയായിട്ടുള്ള ക്ലോഡിയ ഷെയ്ൻബോമും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ഈ ഭീഷണികൾക്കിടയിലെല്ലാം തന്നെ മെക്സിക്കോ US അധികാരികളോടൊപ്പമാണ് എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ധാരാളം നാടുകടത്തലുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മെക്സിക്കോ പറയുന്നു. വ്യാഴാഴ്ച ഏകദേശം 2,000 കുടിയേറ്റക്കാരെ US നിന്ന് നാടുകടത്തുകയും 5,000 പേരെ മെക്സിക്കോയുടെ അതിർത്തിയിൽ തടവിലിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മെക്സിക്കോ പ്രതികരിച്ചിട്ടില്ല. പോരാത്തതിന് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ 593 അറസ്റ്റുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് 449 തടവുകാരെയാണ് ഇപ്പോൾ അവിടെ തടവ് പുള്ളികളായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സംഘർഷം മെക്സിക്കോയും അമേരിക്കയും തമ്മിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ എങ്ങനെ മാറും എന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.